ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവിന്റെ ഒരു നല്ല പ്രഭാതം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, കൂട്ടായ്മയാചരിക്കുവാൻ തന്നതിനെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. പാടുവാനും പ്രാർത്ഥിക്കുവാനും തിരുതനുധാനിക്കാനും ശുശ്രൂഷിക്കുവാനുള്ള ദൈവകൃപ തന്ന സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേർക്ക് ആശ്വാസവും വിടുതലും ദൈവനാമത്തിന് കാരണമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ സ്വപിതാവേ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി പ്രാർത്ഥനയുടെ തണലിൽ ആയിരിക്കാൻ ദൈവം നമുക്ക് തന്ന അവകാശത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നല്ലവനാണ്, വല്ലഭനാണ്, കരുണയുള്ള ദൈവമാണ്. കർത്താവ് വീണ്ടും നമ്മോട് കരുണ കാണിച്ചതിനെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ഇവരും പ്രാർത്ഥനയോടുകൂടി ദൈവസേനയിലായിരിക്കുമ്പോൾ ഇന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാതൊക്കെ കൊണ്ടുള്ള സാവകാശം ദൈവം വീണ്ടും തന്നിരിക്കുകയാണല്ലോ. ഇന്ന് പാട്ട് ലീഡ് ചെയ്യുന്നത് ജിബിൻ ബെൻസൺ ാണ്. പ്രിയ മകനെ ഈ ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ നല്ല ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ക്ഷണിക്കുന്നു. എവരും പ്രാർത്ഥനയായിരുന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നിൽക്കുന്ന കർത്താവ് സഹായിക്കട്ടെ. Praise the Lord. Praise the Lord. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമൽ ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമായി വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമായി പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ തൻ തിരുനാമത്തിൽ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ താൻ തിരുനാമത്തിൽ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ തിരുസന്നിധൗ ചേർന്നിടും കൈകളൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ തിരുസന്നിധൗ ചേർത്തത് കൈകൾ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ വന്നു ബന്ദിര ആക്കിയ ധർമ്മികളവരുടെ കണ്ടം വരുത്തിടുവാൻ വന്നു ബന്ദിര ആക്കിയ ധർമ്മികളവരുടെ കണ്ടം വരുന്നു പ്രതിഫലം വന്നിടുവാൻ അധികമലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ
നിത്യ സ്നേഹത്താൽ എന്നെ അവൻ സ്നേഹിച്ചു. അളവില്ലാത്ത തൻ കരുണയാൽ നീക്കിയൻ അശുദ്ധിയെല്ലാം. നിത്യ സ്നേഹത്താൽ എന്നെ അവൻ സ്നേഹിച്ചു. അളവില്ലാത്ത തൻ കരുണയാൽ നീക്കിയൻ അശുദ്ധിയെല്ലാം. യേശുവേ പ്രാണനാഥ, നിന്നോടു ചേരുന്നതെന്തിക്കു ലാഭം. യേശുവേ പ്രാണനാഥ, നിന്നോടു ചേരുന്നതെന്തിക്കു ലാഭം. ഹല്ലേലൂയ പാടിടും നാം, ശോഭിത നഗരത്തെ കാണുന്നിതാ. യോർദാനെ ഭയപ്പെടുമോ ഇനി, കാണുന്നൻ യേശുവെ മറുകരയിൽ. യോർദാനെ ഭയപ്പെടുമോ ഇനി, കാണുന്നൻ യേശുവെ മറുകരയിൽ. സൗഖ്യദായകൻ യേശു നടത്തും എന്നെ, അവൻ അടിച്ചാലും ആയതെന്തിക്കു നന്മയ്ക്ക് തീർന്നിടുമേ. സൗഖ്യദായകൻ യേശു നടത്തും എന്നെ, അവൻ അടിച്ചാലും ആയതെന്തിക്കു നന്മയ്ക്ക് തീർന്നിടുമേ. യേശുവേ പ്രാണനാഥ, നിന്നോടു ചേരുന്നതെന്തിക്കു ലാഭം. യേശുവേ പ്രാണനാഥ, നിന്നോടു ചേരുന്നതെന്തിക്കു ലാഭ്യം. വരുവാനുള്ള മഹിമ ഓർക്കുന്നതിയാ, അകറ്റുമെൻ ആമയം പൂർണ്ണമായി. ആനന്ദമേ എന്തിക്കും, വരുവാനുള്ള മഹിമ ഓർക്കുന്നതിയാൻ. അകറ്റുമെൻ ആമയം പൂർണ്ണമായി. ആനന്ദമേ എന്തിക്ക്. യേശുവേ പ്രാണനാഥ, നിന്നോടു ചേരുന്നതെന്തിക്കു ലാഭം. യേശുവേ പ്രാണനാഥ, നിന്നോടു ചേരുന്നതെന്തിക്കു ലാഭ്യം. ഹല്ലേലൂയ പാടിടും നാം, ശോഭിത നഗരത്തെ കാണുന്നിതാ. യോർദാനെ ഭയപ്പെടുമോ ഇനി, കാണുന്നൻ യേശുവെ മറുകരയിൽ. യോർദാനെ ഭയപ്പെടുമോ ഇനി, കാണുന്നൻ യേശുവൻ മറുകരയിൽ. നിൻ വിശ്രാമത്തിൽ അനയും വിശുദ്ധർ ഗണം, കാന്തയായി വരുമേ സ്വർഗത്തിൽ. ഇതിൽ പരം ഭാഗ്യമുണ്ടോ, നിൻ വിശ്രാമത്തിൽ അനയും വിശുദ്ധർ ഗണം, കാന്തയായി വരുമേ സ്വർഗത്തിൽ. ഇതിൽ പരം ഭാഗ്യമുണ്ടോ. യേശുവേ പ്രാണനാഥ, നിന്നോട് ചേരുന്നതെന്തിക്കു ലാഭം. യേശുവേ പ്രാണനാഥ, നിന്നോട് ചേരുന്നതെന്തിക്കു ലാഭ്യം. താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും പ്രിയമകന് ദൈവകൃപ കൊടുത്തല്ലോ. എൻ്റെ ജീവിതത്തിൽ വീണ്ടും ദൈവം വളരെ ശക്തമായി പ്രയോജനപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന ദൈവനാമത്തിന് വേണ്ടി തലമുറ പ്രയോജനപ്പെടട്ടെ എന്ന ദൈവസ്നേഹം പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യാനായിട്ട് സിസ്റ്റർ ജെയിനി നിമിഷൽ അവരെ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനാദിനിൽ കൂടിയുള്ള ഈ വീഡിയോ വഴിയുള്ള പ്രാർത്ഥനകൾക്ക് ദൈവം ഒത്തിരി മറുപടി തരുവാനും
ദൈവനാമഹത്വപ്പെടുവാനും കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്രയും പിതാപുത്രനെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ചെയ്തു തരുമെന്നാണ് ദിവ്യമായ വാഗ്ദത്തം നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ ശ്രദ്ധയേറിയ പ്രാർത്ഥന 2-3 പേർ ഐക്യമെത്തിപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ മറുപടി തരുവാൻ സ്വർഗ്ഗീയ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ആ കർത്താവിൽ പരമേൽപ്പിച്ചുകൊണ്ട് നാം ആയിരിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതിനായി ജയിനി നിമിഷനവറുകളെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇപ്രകാരം പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ ഒരു പ്രാവശ്യം കൂടെ അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസൻ മെൻസൻ പാസ്റ്ററോടും ആൻറ്റിയോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും പ്രാരംഭത്തെ ദേവസനയിൽ അറിയിക്കട്ടെ. രാവിലെ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സതീഷ് കുമാർ പാസ്റ്റർ, മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയ പൈതൽ ജിബിൻ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഒരു വാക്യം വായിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. 56-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിലില്ലയോ? നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പറയുന്ന വിഷയങ്ങൾ വേഗത്തിൽ ആത്മാർത്ഥമായിട്ട് ഓരോരുത്തർ ഏറ്റെടുത്ത് ചുരുക്കത്തിൽ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാരംഭമായി കർത്താവിൻ്റെ ദാസൻ മെൻസൻ പാസ്റ്ററെ കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാധ്വനി എന്ന ഈ കൂട്ടായ്മയെ വഹിച്ച് ഇതിൻ്റെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയ ദേവദാസന്റെ മാതാപിതാക്കൾ നമ്മളോട് കൂടെ നമുക്കൊരു നിമിഷം ഓർക്കാം. ആമേൻ, സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനാധ്വനിയുടെ ഓരോ ചാപ്റ്ററുകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൻ്റെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും ജില്ലകളിലേക്കും ഇത് വ്യാപിക്കപ്പെടുവാൻ, 28 സ്റ്റേറ്റുകളിലേക്ക് ഈ പ്രാർത്ഥനാധ്വനിയുടെ കൂട്ടായ്മ വ്യാപിക്കുവാൻ, ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത് വ്യാപിക്കപ്പെടേണ്ടതിന് കർത്താവിൻ്റെ ദാസനെ ശക്തമായി കുടുംബമായി ദൈവം അതിനുപയോഗിക്കേണ്ടതിന് ഈ വിഷയത്തെ ഓർത്ത് ഒരാൾക്ക് ചുരുക്കം വാക്കിൽ വേഗത്തിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മക്കളാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥന എന്ന ഈ പ്രയർ ഗ്രൂപ്പിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി തന്ന കർത്താവും മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ ലീഡ് ചെയ്യുന്ന ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടിയ പൈതലിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. വീണ്ടും കർത്താവേ, ദൈവമേ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ലീഡ് ചെയ്യുന്ന മകളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. ആവശ്യങ്ങളെല്ലാം കൂടി നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ബെൻസൻ പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ അനുഗ്രഹിക്കണമേ. ആരോഗ്യത്തോടെ ബലത്തോടെ ദിവരങ്ങൾ വെച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യാത്രകളെല്ലാം കൂടുതൽ സഹായിക്കണം. ദൈവമേ, പ്രവർത്തനങ്ങളെല്ലാം മാനിക്കണമേ. ഗുജറാത്തിന്റെ പ്രദേശത്ത് ദൈവം ദൈവദാസനെ ആക്കിയിരിക്കുന്നു. കുടുംബമായി ദൈവത്തിന്റെ പദ്ധതിക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകളെയും അനുഗ്രഹിക്കണമേ. ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങളെ, അവരുടെ വിദ്യാഭ്യാസ മേഖല, നല്ല ഭാവി എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെയും അനുഗ്രഹിക്കണം. കർത്താവേ, ഇത് കേരളത്തിന്റെ എല്ലാ ദൈവമേ ഞങ്ങളുടെ ജില്ലകളിലും ദൈവത്തിന്റെ വലിയ പ്രവർത്തനം ദൈവമേ ഈ പ്രാർത്ഥനാധ്വനി എന്ന ഈ ഗ്രൂപ്പിൽ കർത്താവേ, ഈ പ്രയർ ഗ്രൂപ്പ് ഏറ്റവും അനുഗ്രഹമാക്കി അനേകർക്ക് അനുഗ്രഹവും വിടുതലുമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരെയും വിഷയം കർത്താവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവല്ലോ. കർത്താവെ, അനേകായിരങ്ങൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്ത് 28 സ്റ്റേറ്റിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ദൈവമേ ഈ പ്രാർത്ഥനാധ്വനി എന്ന ഈ പ്രയർ ഗ്രൂപ്പ് കടന്നു ചെല്ലുവാനും അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ചാപ്റ്റേഴ്സ് ഇതിൽ പ്രവർത്തിക്കുന്നതിന്റെ മക്കളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മക്കളെയും ഇന്ന് പ്രഭാതത്തിൽ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ ദൈവാത്ഭുതം പ്രവർത്തിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലൈനിലായിരിക്കുന്ന നമ്മുടെ അഭിഷിക്തദാസന്മാരെ എല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ കർത്തൃദാസന്മാരെ ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെ, ശാരീരികമായി സൗഖ്യമില്ലാത്ത ദേവദാസന്മാരുണ്ട്, അവരെ കർത്താവ് സൗഖ്യമാക്കണം. അവരുടെ കുടുംബങ്ങളെ, തലമുറകളെ, ശുശ്രൂഷയെ നമുക്ക് ഓർക്കാം. കേരളത്തിലുള്ള എല്ലാ ദൈവസഭകളെയും ദേവദാസന്മാരെയും വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
നോർത്ത് ഇന്ത്യയിലെ വേല ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന അഭിഷിക്തന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ നിന്നും അതുപോലെ സ്തോത്ര വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട കർത്തൃദാസന്മാർ സഹോദരങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തു വരുവാൻ, ദൈവം അവരെ മോചിപ്പിക്കുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്ത് ഒരാൾക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രഭാതകാലത്തിനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ അപ്പച്ചന്റെ പാദപീഠത്തിലായിരിക്കാൻ തക്കോണം കർത്താവ് ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, പ്രഭാതകാലത്ത് അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നല്ലോ. ഞങ്ങൾ കർത്താവിടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെയും കർത്താവ് കഴിഞ്ഞ നാളുകളിൽ മറുപടി തന്ന ദൈവമാണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഇവിടെ പറയപ്പെട്ട വിഷയത്തിന് വേണ്ടി പ്രത്യാൽ ദൈവമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ രോഗികൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്ര, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൃശ്യമായ കരം വെച്ച് കർത്താവെ ഞങ്ങളുടെ രോഗികളോട് കരുണ തോന്നുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. പ്രതിയാൽ ദൈവമേ സ്തോത്രം. ജയിലിലായിരിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളുണ്ട്. കർത്താവ് ഹിയറിങ്ങിനുള്ള ഹല്ലേലൂയ കേസുകളുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയും ദൈവങ്ങളിൽ ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. ഞങ്ങൾ സുഖകരമായി കർത്താവ് ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോൾ അനേക ദൈവദാസന്മാർ കർത്താവ് ജയിലുകളിലും മറ്റും ആയിരിക്കുന്നു. അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. അവരുടെ സുവിശേഷ മണ്ഡലങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, യഹോവയായ ദൈവമേ, ദൈവത്തിന്റെ ദൃശ്യമായ കരം ഈ ദിവസങ്ങളിൽ കർത്താവേ, ഹല്ലേലൂയ, ഇറങ്ങി കർത്താവെ വിഷയത്തിന്മേൽ കർത്താവ് ഒരു വിടുതൽ കർത്താവ് കൽപ്പിക്കുന്നതിനോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, നിയമങ്ങളെ കർത്താവെ ഞങ്ങൾക്ക് അനുകൂലമായി തപ്പച്ചൻ തിരിക്കുന്ന ദൈവമാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലമാണ് ഞങ്ങൾ അറിയുന്നുണ്ട്. കർത്താവേ, സ്തോത്ര, ഹല്ലേലൂയ. ഇതിനുള്ള സമയങ്ങൾ അങ്ങേക്ക് വേണ്ടി അധികം ഫലം കായ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. പ്രയാസങ്ങളിലും കർത്താവ് മറ്റു പ്രയാസങ്ങളിലായിരിക്കുന്ന അനേക ദൈവദാസന്മാരും ദൈവ കുടുംബങ്ങളെയും ദൈവ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ആ കാലങ്ങളിലെ ദൈവത്തിന്റെ ഒരു വിടുതൽ കാണുവാൻ തക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ കർത്താവെ ന്യായം വിധിക്കുന്ന ന്യായാധിപന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയമായി ദൈവം ഇടപെടുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം തന്നെ കർത്താവേ, ഹല്ലേലൂയ, ചില ഗുഡ് ന്യൂസ് കേൾപ്പാൻ തക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്ന കുറുവോട് കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് നമ്മൾ പ്രാർത്ഥിച്ച ജില്ലകളുമേ സ്റ്റേറ്റുകളുമേലെല്ലാം കർത്താവ് തന്റെ അനുഗ്രഹത്തെ അയക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രാർത്ഥിച്ച അങ്ങനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്തോത്രം, നമ്മുടെ രാജ്യത്തെ നമുക്ക് ഓർക്കാം, നമ്മുടെ പോലീസ് അധികാരികളെ ഓർക്കാം. ഇപ്പോഴാണെങ്കിൽ കേരളത്തിൽ 12 മണി വരെയും ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരനുമതി കൊടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, വളരെയധികം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് നമ്മുടെ കേരളം കടന്നു പോകുന്നത്. കുഞ്ഞുങ്ങൾ മയക്കുമരുന്നുകൾക്ക് അടിമകളായി തീരുന്ന ഒരു കാലഘട്ടം. അതിൽ നിന്നെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിടുതൽ കൊടുക്കണം. സ്കൂളുകളിൽ, കോളേജുകൾ ഒക്കെ അവരുടെ ഒരു വലയത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. അവരിൽ നിന്നെല്ലാം നമ്മുടെ തലമുറയെ കർത്താവ് സൂക്ഷിക്കേണ്ടതിനായി നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പോലീസ് അധികാരികൾ അവർ ജാഗരൂകരായിരിക്കുവാൻ അധികം കൃപ ദൈവം അവർക്ക് കൊടുക്കണം. ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടെത്തുവാനുള്ള കൃപയും അവരുടെ മേൽ ദൈവം കൊടുക്കേണ്ടതിന് നമുക്ക് അവരെല്ലാം ഓർക്കാം. നമ്മുടെ എല്ലാ ഭരണാധികാരികളെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ക്യാബിനറ്റ് മന്ത്രിമാരെ എല്ലാം ഓർക്കാം. നമ്മുടെ 14 ജില്ലയുടെയും ജില്ലാ കളക്ടർമാരുണ്ട്. 28 ജില്ലയുടെ സ്തോത്രം പ്രധാനമന്ത്രി, സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിമാരുണ്ട്. അവരെ നമുക്ക് ഓർക്കാം. അവരെല്ലാം ദൈവം നാളുകളിൽ അനുഗ്രഹിക്കട്ടെ. നല്ല ഭരണം നമ്മുടെ രാജ്യത്തിന് നൽകുവാൻ നമ്മുടെ ഭരണാധികാരികളെ എല്ലാം ഓർത്ത ഒരാൾക്ക് ചുരുക്കം വാക്കിൽ വേഗത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രഭാതത്തിൽ അപ്പച്ചന്റെ പാദപീഠത്തിലേക്ക് സമ്പൂർണമായി താഴ്ത്തുന്നു. പേര് പറയപ്പെട്ടതായ എല്ലാ വിഷയത്തിന്മേലും എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണ കർത്താവേ. ഞങ്ങളുടെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഭരണാധികാരികളെ അവിടുന്ന് അനുഗ്രഹിക്കണേ. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനുമായി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ദൈവസ്നേഹം നൽകണമേ. ഭവനത്തിന് മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണേ കർത്താവേ.
ഞങ്ങളുടെ 14 സംസ്ഥാനത്തെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ 28 സംസ്ഥാനത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണേ കർത്താവേ. അവർ ദൈവസഭയ്ക്കും ഭവനത്തിനും മാതാപിതാക്കൾക്കും അനുഗ്രഹമാക്കി തീർക്കണേ കർത്താവേ. ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിൽ ഇതിനെയും താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, 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 ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം. പ്രാർത്ഥിച്ച അമ്മച്ചിയെ കർത്താവിൻ്റെയും ബലപ്പെടുത്തട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും കർത്താവ് കൊടുക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെ നമുക്ക് ഓർക്കാം. തലമുറകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അമിനർശിലെയും പുത്രിമാരെ, എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട, നിങ്ങളുടെ തലമുറകളെ ഓർത്ത് കരവീനെന്ന് പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ വീണ്ടും നമ്മൾ എത്തി നിൽക്കുന്ന ഒരു കാലമാണ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിൽ സംഭവിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പാപത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കുവാൻ, സ്തോത്രം, വിവാഹപ്രായമായിരിക്കുന്നവരുടെ കുഞ്ഞുങ്ങൾക്ക് തക്കതായ തുണകളെ കർത്താവ് ഒരുക്കുവാൻ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അനുഗ്രഹിക്കപ്പെട്ട ജോലി അർഹിക്കുന്ന സാലറിയോടുകൂടെ ദൈവർക്ക് കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരുടെയും വിവാഹത്തിന്റെ ഡേറ്റുകൾ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യസമയങ്ങളിൽ നടക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ വിവിധ വിഷയങ്ങളെ ഓർത്ത്, പ്രത്യേകിച്ച് ബോർഡ് എക്സാം ഇന്ന് മുതൽ ആരംഭിക്കുന്ന നമ്മുടെ ഷെറിൻ മാത്യു ആൻറ്റിയുടെ മോൻ്റെ ഒക്കെ പരീക്ഷകളാണ്. ആൻറ്റി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ബോർഡ് എക്സാം എഴുതുന്ന നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മുടെ മക്കളുടെ ഭാവി, അവരുടെ ജോലി, എല്ലാ വിഷയത്തെ ഓർത്ത് ഒരാൾക്ക് വേഗത്തിൽ ചുരുക്കമാക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പിതാവേ, മനോഹരമായ രാവിലേക്കായി നന്ദി പറയുന്നു. ഒരു പുതിയ ദിവസം കൂടെ കർത്താവ് ഞങ്ങൾക്ക് അനുവദിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. രാവിലെ സമയം അനേക വിഷയങ്ങൾക്കായി ഇടിവ് നിൽക്കുവാൻ കർത്താവേ ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ഹല്ലേലൂയ ചെയ്യുവാൻ കർത്താവിന്റെ ദാസ്യ ദൈവം സജ്ജീകരിക്കുന്നതിനായി ശ്രദ്ധിക്കുന്ന കർത്താവ് അനേക വിഷയങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ നൽകണമേ കർത്താവേ. ഹല്ലേലൂയ എന്ന് ദാസി പറഞ്ഞ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. അന്ത്യകാലമാകുന്ന കർത്താവേ, മനുഷ്യന് വഷളത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പാപം പെരുകുന്നു കർത്താവെ. മനുഷ്യൻ സ്വസ്നേഹികളായിത്തീരുന്നു കർത്താവിന്റെ സ്നേഹത്തെ അറിയാൻ കഴിയാതെ അനേകരെ കണ്ണും മങ്ങിപ്പോകുന്നു കർത്താവെ. സ്തോത്ര. യുവന തലമുറകൾ പാപത്തിലേക്ക് ഒഴുകി പോകുന്നു കർത്താവെ. ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണമേ. ദൈവജനം ഉണർന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവെ, തലമുറകൾക്കായി ഇടിവ് നിൽക്കാനൊക്കെ കർത്താവ് കൃപ നൽകണമേ കർത്താവെ. സ്തോത്രനോക്കയുടെ കാലം പോലെ കർത്താവിന്റെ വരവ് ആകുമെന്നുള്ള കർത്താവ് വചനം പോലെ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവ്. ആകയാൽ കർത്താവിന്റെ വരവിന് ഹല്ലേലൂയ ഒരുങ്ങി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ നാളുകളെ കഴിക്കുവാൻ കർത്താവ്, നശിച്ചു പോകുന്നവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാനും കർത്താവ് ഞങ്ങളെ ശക്തരാക്കണമേ കർത്താവ്. തലമുറകളെ വിടുവിക്കണമേ കർത്താവ്. സ്തോത്രം. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടോടുന്ന അവസ്ഥകൾ കർത്താവ് സ്തോത്രം കാണുന്നുണ്ടല്ലോ കർത്താവെ. ആമേൻ. സ്തോത്രം. വേണ്ട പോലെ വിടുവിക്കാൻ കഴിയാതെ പരാജയത്തിന്റെ വക്കിലേക്ക് എത്തുമ്പോൾ കർത്താവ് നിലവിളിയും പ്രശ്നങ്ങളുമായി തീരുന്ന അനുഭവങ്ങൾ ഉണ്ട് കർത്താവ്. എന്നാൽ ദൈവമേ, യുവതലമുറകൾക്ക് വേണ്ടി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ വിട്ടുവിക്കണമേ. ആത്മീയ ജീവിതത്തിനായി ഹല്ലേലൂയ ദാഹമുള്ളവരായി ദൈവത്തോട് പറ്റി നിൽക്കാൻ കർത്താവിന്റെ ആത്മാവരെ സഹായിക്കുമാറാകണമേ കർത്താവ്. ഹല്ലേലൂയ. ലോകത്തെന്ത് നേടിയെടുത്താലും ആത്മാവിനെ നേടിയില്ലെങ്കിൽ അവൻ എന്തു പ്രയോജനമെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ കാണുന്ന കർത്താവ്. ആകയാൽ കുഞ്ഞുങ്ങൾ കർത്താവ്, യുവന തലമുറകൾ കർത്താവ്, യൗവനക്കാർ ഹല്ലേലൂയ യേശുവിന്റെ കർത്താവ് കാൽച്ചുവടുകളെ ചെന്നുകൊണ്ട് കർത്താവെ സ്വദർശനത്തോടെ മുന്നേറാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണമേ കർത്താവെ. അങ്ങനത്തെ വിധമല്ലാത്ത വഴികളിൽ നടന്ന് കർത്താവെ കണികളിലും വഴകളിലും പല വലകളിലും അകപ്പെടാതെ വേണം ദൈവമേ കുഞ്ഞുങ്ങളെ എല്ലാം കാത്തുകൊള്ളണമേ കർത്താവെ. സ്തോത്രം ചെയ്യുന്ന ദിവസങ്ങളിൽ കർത്താവെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും കർത്താവെ പ്രൊഫഷണൽ വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കർത്താവ് എക്സാം ഉള്ള സമയമാണ്. ദൈവത്തിന്റെ ആത്മാവരെ സഹായിക്കണമേ കർത്താവെ. അവർ പഠിച്ചതിനനുസരിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതി ഉന്നത ജയം പ്രാപിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് ദിവസങ്ങളിൽ മാർച്ച് മാസത്തെ പരീക്ഷ കർത്താവ് സ്തോത്രം. അല്ലെങ്കിൽ ഫെബ്രുവരി, മാർച്ച് കർത്താവ് മാസങ്ങളിൽ, ഏപ്രിൽ മാസങ്ങളൊക്കെ കർത്താവ് പരീക്ഷയുള്ള കുഞ്ഞുങ്ങളുണ്ട് കർത്താവിനെ സഹായിക്കണമേ. ദേശത്ത് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ, എഴുതിയിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, യാറിന് വേണ്ടി ആഗ്രഹിച്ച് താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ട് കർത്താവ്. സ്തോത്രം കർത്താവ്. ശേഷമാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ച സഹോദരിമാരുണ്ട്, അവരുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്.
എല്ലാ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവിന്റെ പൽക്കാലം വിഷയങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവരികയാണ് കർത്താവ്. സ്തോത്രം. പിതാസി പറഞ്ഞ വിഷയങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്ഭുതങ്ങളെ ചെയ്യും കർത്താവ്. സ്തോത്രം. കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അനേർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ സൂക്ഷിപ്പ് തരുവാനും ആ കുടുംബത്തെ നൽകണമേ കർത്താവ്. സ്തോത്രം. കർത്താവിന്റെ ദാസന്മാർ കൂടെ അവിടുത്തെ ആലോചന രാവിലത്തെ മന്നയായി ഞങ്ങൾക്ക് നൽകണമേ കർത്താവ്. സ്തോത്രം. ദൈവകരങ്ങളെ കടിയനെയും കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവ്. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മനോമോസ്തുതി. ഞങ്ങൾക്ക് ജീവൻ തന്നെ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, 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 ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് നമ്മൾ പറഞ്ഞ വിഷയങ്ങളുടെ മേല്, പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലെല്ലാം ദൈവം തന്നെ മറുപടി അയക്കുന്നതിനായി വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രാർത്ഥിച്ച പിന്നെ എൻ്റെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നോ ഇല്ലെങ്കിൽ നാളെയോ, അത് കൃത്യമായിട്ട് അറിയത്തില്ല. എൻ്റെ ചേച്ചിയുടെ മോള് 33 വയസ്സേ ഉള്ളൂ. അവൾക്ക് ആൻജിയോഗ്രാം പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നെഞ്ചിനകത്ത് വേദനയായിട്ട് കുഞ്ഞിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. അത് ആൻജിയോഗ്രാം ഇന്ന് അല്ലെങ്കിൽ നാളെ, അത് യാതൊരു പ്രയാസവും കൂടാതെ നടക്കേണ്ടതിന് ശാന്തി മോളെ ഓർത്ത്, ശാന്തി സുഭാഷിനെ ഓർത്ത് പ്രത്യേകാല ദൈവമക്കൾ പ്രാർത്ഥിക്കണം. വൈകുന്നേരത്തെ പ്രാർത്ഥനയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞങ്ങളുടെ ആൻറ്റി എല്ലാ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ദേവദാസന്മാരെ കൂടെ ഞാൻ ആ വിഷയം അറിയിക്കുകയാണ്. അത് പ്രത്യേകാല എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ രാജ്കുമാർ പാസ്റ്റർ ഹിയറിങ് ഇന്നാണല്ലോ. ഇന്ന് അതിന്മേലൊരു അത്ഭുതം കർത്താവ് ചെയ്യേണ്ടതിന് വിശ്വാസത്തോടെ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ചേർന്ന് ആ വിഷയത്തെ കൂടെ വഹിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയം ഏറ്റെടുത്ത് ഒരാൾ വേഗത്തിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കരുണയുള്ള ദൈവമേ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ശാന്തി മോൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവമേ, കുഞ്ഞിൻ്റെ ആൻജിയോഗ്രാഫി ഹല്ലേലൂയ സക്സസ് ആയി തീരുവാൻ ദൈവം സഹായിക്കണം. ശരീരത്തിലെ പൂർണ്ണ ആരോഗ്യമല്ല സൗഖ്യത്തോടായിരിക്കാൻ കർത്താവ് സഹായിക്കണം. യാതൊരു പ്രയാസം കൂടാതെ ഹല്ലേലൂയ കർത്താവ് നടക്കുവാൻ ദൈവം സഹായിക്കണം. ആവശ്യമായതൊക്കെ ദൈവം നൽകി സഹായിക്കണമേ. സാമ്പത്തികമെല്ലാം ദൈവം കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം. രോഗികളായിരിക്കുന്നതെല്ലാം ദൈവാരങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, ഓപ്പറേഷൻ വിധേയരായവരുണ്ട്, ഹോസ്പിറ്റൽ ഐസിയുലായവരുണ്ട് കർത്താവേ. ഇങ്ങനെ പല വിധത്തിലും കർത്താവ് രോഗത്തിലായിരിക്കുന്നവരെല്ലാം ഞങ്ങളെ സമയം ഓർക്കുന്നു. പ്രത്യേകമായ ശാന്തി മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവള് ഹല്ലേലൂയ പറഞ്ഞ വിഷയം കർത്താവിൻ്റെ തൃക്കരത്തിൽ സമർപ്പിക്കാൻ ഞാൻ പ്രവർത്തിക്കും, മാറ്റെടുക്കും. ആ കുഞ്ഞിന് വേണ്ടി കർത്താവ് ഇന്ന് നാളെ നടക്കുമ്പോൾ കർത്താവ് ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ. ഡോക്ടേഴ്സിനോട് കൂടെ ഇരിക്കണം. യാതൊരു തെറ്റൊന്നും കൂടാതെ കർത്താവ് നല്ല രീതിയിൽ കർത്താവ് നടത്തുവാൻ ദൈവം സഹായിക്കണം. നടക്കുവാൻ കർത്താവ് സഹായിക്കണം. ആരോഗ്യത്തോടെ കർത്താവ് മുന്നേറുവാൻ ദൈവം പ്രവർത്തിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ജയമായ കർത്താവേ, ഹിയറിങ് പാസ്റ്ററിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രയും വേഗം കർത്താവ് ജാമ്യമൊക്കെ കിട്ടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ദേവദാസന്മാർ ജയിലുണ്ട് കർത്താവരൊക്കെ പുറത്തു വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥന എല്ലാ ദേവദാസന്മാരും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പുത്രനാമം ചോദിക്കുന്നു. കൃപയോടെ ഏറ്റുത്തരണമേ സ്വർഗീയ പിതാവേ. ആമേൻ. നമ്മൾ പറഞ്ഞ വിഷയം നമ്മുടെ കർത്താവിൻ്റെ ദാസൻ രാജകുമാർ ഭാഷയും ഷാൻഡിമോടെയും വിഷയത്തിന്മേൽ ദൈവാത്ഭുതം പ്രവർത്തിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥിച്ച പ്രിയോമനെ എൻ്റെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ അമേരിക്കയും റഷ്യയും ഒക്കെ തമ്മിലുള്ള ഇറാന്, ഇറാഖ്, സ്തോത്രവും ഇസ്രായേൽ ഒക്കെ യുദ്ധത്തിൻ്റെ മുഖത്ത് നിൽക്കുന്ന രാജ്യങ്ങളെ നമുക്ക് ഓർക്കാം. സമാധാനമായ അന്തരീക്ഷം രാജ്യങ്ങളിൽ ഉണ്ടാകട്ടെ. പ്രത്യേകാല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്ന രാജ്യങ്ങളിൽ അവർ സുരക്ഷിതരായിരിക്കണം. സ്തോത്രം. യാതൊരു വിധമാകുന്ന ശാരീരിക പ്രയാസങ്ങളും കൂടാതെ, അനർത്ഥങ്ങൾ കൂടാതെ അവരെല്ലാം ദൈവം സൂക്ഷിക്കേണ്ടതിന് സമാധാനമായ അന്തരീക്ഷം രാജ്യത്തുണ്ടാകേണ്ടതിന് നമ്മുടെ എല്ലാ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ ഓർത്ത് ചുരുക്കം വാക്കിൽ വേഗം ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, നല്ല പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ദാസി പറയപ്പെട്ട വിഷയങ്ങൾക്കായി സ്തോത്രം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 200 രാഷ്ട്രങ്ങളിൽ കർത്താവെ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവ് എല്ലാ നിയമവ്യവസ്ഥകൾ ദൈവമേ ദൈവജനത്തിന് അനുകൂലമായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സുവിശേഷീകരണത്തിന് തടസ്സമായ കർത്താവ് രാജ്യങ്ങളിൽ കർത്താവ് ഒരു
നിയമവും കർത്താവ് ആവിഷ്കരിപ്പാൻ ഇടയാക്കരുത് കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നൈജീരിയയിൽ ക്രൈസ്തവരെ കൊന്നൊടുക്കിക്കൊണ്ട് കർത്താവ് ഹല്ലേലൂയ അതിന്റെ നിലയിൽ കർത്താവ് യാത്ര ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് മണ്ഡലത്തെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ തമ്മിൽ കർത്താവ് ഹല്ലേലൂയ ശക്തമായ വെല്ലുവിളി കർത്താവ് കൊമ്പ് കൊടുക്കുന്ന തരത്തിൽ കർത്താവ് ദോഷങ്ങളിൽ ഇറാനുമായിട്ട് കർത്താവ് ഹല്ലേലൂയ റഷ്യയും അതുപോലെ തന്നെ ചൈനയും കർത്താവ് കൂട്ടുനിന്നുകൊണ്ട് ദൈവമേ സ്തോത്രം ഹല്ലേലൂയ അമേരിക്കയ്ക്ക് എതിരെ വരുവാനുള്ള സംവിധാനങ്ങൾ ഒരു കരുക്കൾ നീട്ടിക്കൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രിയപ്പെട്ട അനേക ദിവിദാസിദാസന്മാർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുണ്ട്. ദൈവമേ അവരെ ഹനിക്കുന്ന അവർക്ക് പ്രയാസം വരുത്തുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാകാൻ ഇടയാകാതെ വണ്ണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ രക്തത്തിൽ മറച്ച് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ കർത്താവ് ഇസ്രായേൽ രാജ്യത്തിനോട് ചേർന്ന് കർത്താവ് അതിനെ തകർക്കുവാനായിട്ട് 21 രാജ്യങ്ങൾ കർത്താവ് മറുഭാഗത്ത് ശക്തിയോടെ വാദഗതി ഉന്നയിക്കുമ്പോൾ അതിന് നടുവിലും ദൈവത്തിന്റെ കൃപ പകരുവാൻ ഇടയാകണമേ കർത്താവ്. അന്ത്യകാലത്ത് കർത്താവ് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണെങ്കിലും ദൈവം ഞങ്ങളെ കർത്താവ് വചനത്തിൽ ഞങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ പോലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് ആർക്കും അതൊരു പ്രയാസത്തിന് കാരണമായി തീരാതെ എല്ലാവരെയും അവിടെ അധികം സൂക്ഷിക്കേണ്ടതിന് അവരുടെ ആവശ്യങ്ങൾ കർത്താവിന്റെ ജോലി മേഖല അവരുടെ ആരാധനകൾ കർത്താവ് അവരുടെ എല്ലാ ആവശ്യങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഈ രാത്രി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ കർത്താവ് ദൈവീയ സമാധാനവും കർത്താവ് ദൈവം വെളിപ്പെടുത്തണമെന്ന കർത്താവ് ഭരണാധിപന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം കർത്താവ് നീതിയോടെ ഭരിപ്പാൻ ഇടയാകേണ്ടതിനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച സകല വിഷയത്തെ ദൈവാത്ഭുതം ചെയ്യണമേ. മഹത്വത്തിനായി ഒരു വലിയ സുവിശേഷീകരണ ലോകരാജ്യങ്ങളിൽ വ്യാപരിക്കേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ട രാജ്യങ്ങളുടെ മേൽ സ്വസ്ഥതയും സമാധാനവും വായിക്കുന്നതിനായി നമുക്ക് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിച്ച കർത്താവിന്റെ അഭിഷേകത്തിനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയെ കർത്താവ് മാനിക്കട്ടെ. പിന്നെ നമുക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ വേഗത്തിൽ പറയാമേ. ക്രൈസ്തലോട് എന്റെ ബോർഡ് എക്സാം ആണ് 12ാം ക്ലാസ്സിലെ ഫിസിക്സ് എക്സാം. 40 ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്. ഒന്ന് നല്ല ഈസി ഉള്ളതും ഒന്ന് ഭയങ്കര ടഫ് ഉള്ളതുമാണ്. എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം. ഹോളിനെ അനുഗ്രഹിക്കണം. വരുന്ന അധ്യാപകര് നല്ലതായിരിക്കണം. ഇതിനെല്ലാം വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണേ. എഴുതുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ ആ സമയത്ത് ഓർത്ത് പേപ്പറിൽ പകർത്താൻ തക്കണം. ഇപ്രാവശ്യം ഡിജിറ്റലാണ് വാലുവേഷൻ. അതിനെല്ലാം അനുഗ്രഹം ഉണ്ടാവണം. അതിനെല്ലാ ദിവസങ്ങളും പ്രാർത്ഥിക്കണേ. എന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈനയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്ന് വക്കീലിനെ കണ്ട കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് ലാസ്റ്റ് ഉറപ്പിക്കുകയാണ്. നാളെയാണ് അതിന്റെ ഹിയറിംഗ് വെച്ചേക്കുന്നത്. അന്നേരം ഇന്ന് ലാസ്റ്റ് കണ്ട് എന്റെ പേപ്പറുകളെല്ലാം കൊടുത്ത് ശരിയാക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. പുതിയ ഒരു വക്കീലിനെ കണ്ടിരിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ച ഒരു വിഷയമാണ് അമേരിക്കയിലുള്ള ഗിഫ്റ്റി ബിനുവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്നലെ ആയിരുന്നു ഡോക്ടർ ഇനി ഒരു ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേട്ടു. അതിനെ പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദിയുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളുടെ ഒന്ന് സ്നേഹമോള് അതുപോലെ തന്നെ ബഹ്റിൻ വൈദ്യനിലെ ഇന്ന് ബോർഡ് എക്സാം ആരംഭിക്കുകയാണ്. ഡിജിറ്റൽ ഇത് ചെക്കിങ് ആണല്ലോ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ നന്നായി എഴുതുവാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിഷയം ആൾക്കാർക്ക് എത്ര ഇയേഴ്സ് കൊച്ചു പൊണിച്ചിരുന്നാട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിരുന്നു. നെല്ലിമോളിലുള്ള ഒരു റജി എന്ന് പറയുന്ന ബ്രദർ എനിക്കൊരു ഓപ്പറേഷന് വിധേയപ്പെട്ട് കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. 5 ഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ ആ 5 ഗ്രാമത്തിൽ യാതൊരു ബ്ലോക്ക് വല്ല ഉണ്ടെങ്കിൽ പിന്നെ ഓപ്പറേഷൻ നടക്കാൻ പറ്റാതെ വരും എന്ന് പറയാനിടയിൽ. എന്നാൽ കഴിഞ്ഞ ദിവസം 5 ഗ്രാം ചെയ്തപ്പോൾ യാതൊരു പ്രയാസവും ബ്ലോക്ക് ഒന്നുമില്ല. ഇനി ഓപ്പറേഷൻ നടക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ നടക്കാനായിട്ട് ഡോക്ടർ ഇനി ഡേറ്റ് തരും. അപ്പോൾ അത് ഭംഗിയായി നടക്കുവാൻ ഇടയാകേണ്ടതിന് എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അതുകൊണ്ട് തുടർന്ന് ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടക്കുവാൻ അതിന് വേണ്ടുന്ന എല്ലാ വഴി ദൈവം തുറക്കേണ്ടതിന് പ്രാർത്ഥന ചോദിക്കുന്നു. ആൽബിമോന് എക്സാം ഉണ്ട്. തിങ്കളാഴ്ച അവന് എക്സാം തുടങ്ങിയാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണേ. തിങ്കളാഴ്ച ആൽബിമോന് എക്സാം ഉണ്ട്. വേണ്ടി എനിക്ക് ഇന്ന് TMT ടെസ്റ്റ് ഉണ്ട്. അതുപോലെ 27-ാം തീയതിയാണ് എനിക്ക് എക്കോജി ടെസ്റ്റ് തന്നേക്കുന്നത്. ഡേറ്റ് തന്നേക്കുന്നത്.
രണ്ട് വിഷയത്തെ ഓർത്ത് 2 ദിവസത്തെ 2 വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. എൻ്റെ കാർന്നോൻ അമ്മച്ചിയുടെ ആങ്ങളയ്ക്ക് തിങ്കളാഴ്ച ആൻജിയോഗ്രാം പറഞ്ഞിരിക്കുകയാണ്. ഒരു 6 വർഷം മുൻപ് ഒരു പ്രാവശ്യം ചെയ്തു. ഇപ്പോൾ ഹാർട്ടിന് പമ്പിങ് കുറവായതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. പ്രത്യേക വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. കഴിഞ്ഞ ദിവസം ഞാൻ ഒത്തിരി ശാരീരികമായ ക്ലേശത്താൽ ഭാരപ്പെട്ടു എങ്കിൽ രാവിലത്തെ മോർണിംഗ് പ്രയർ, ഇന്നലെ രാവിലെ മോർണിംഗ് പ്രയർ കഴിഞ്ഞതിന് ശേഷം ബെൻസൺ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ളവരിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ചു. അന്നേരം ലൈവിലുണ്ടായിരുന്ന ദൈവമക്കളും ദേവദാസന്മാരൊക്കെ വളരെ ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ ഒരു സൗഖ്യവും വിടുതലും കർത്താവ് എനിക്ക് നൽകി തന്നു. 2 ആഴ്ച കൊണ്ട് ഞാൻ അനുഭവിച്ച ശാരീരിക ക്ലേശങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായ ഒരു വിടുതൽ നൽകി. പഴയ ആരോഗ്യം, ബലവും ശക്തിയൊക്കെ കർത്താവ് എനിക്ക് ദാനമായിട്ട് തന്നു. പ്രാർത്ഥിച്ച ബെൻസൺ പാസ്റ്ററും എൻ്റെ ദൈവമക്കൾക്കും ദേവദാസന്മാർക്കും എല്ലാം ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യാത്ര ഒന്നും തിരിയുന്നില്ല, ഒന്നും വ്യക്തമാകുന്നില്ലല്ലോ. മഞ്ജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. പൂർണ്ണ വിടുതലോടെ ഭവനത്തിലേക്ക് വരണം ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ ഗ്രേസിന്റെ യാത്രയും ഇന്റർവ്യൂവും അഡ്മിഷന്റെ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇത്രത്തോളം സമയം കർത്താവേ അനവധി വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിച്ചതിനായി സ്തോത്രം സ്തോത്രം. കർത്താവേ, മീറ്റിംഗ് പ്രാർത്ഥന ലീഡിയുവാനിടനെയും ബലപ്പെടുത്തിയല്ലോ. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ദൈവശക്തിയോടെ ഞങ്ങളുടെ മധ്യയെ ഉപയോഗിക്കണേ. രാവിലെ ഞങ്ങൾക്ക് വേണ്ട മൊഴിമുത്തുകളെ കർത്താവിൻ്റെ ദാസന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, അപ്പാ നീ ഞങ്ങളുടെ എല്ലാ രോഗത്തിനും നല്ല വൈദ്യനാകിയ സ്തോത്രം ചെയ്യുന്നു. റൂബി സിസ്റ്റർ മോൻ്റെ എക്സാം ആണല്ലോ കർത്താവെ. ഇന്ന് പൽക്കാലം ബോർഡ് എക്സാം എഴുതുന്നതിൻ്റെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് ടഫായിട്ടുള്ള വിഷയങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്ത് അവരോട് കൂടെ ഇരുന്ന എക്സാം എഴുതുവാനുള്ള കൃപ കൊടുക്കണമേ. ഡിജിറ്റൽ കർത്താവെ, ഫലപ്രഖ്യാപനവും പേപ്പർ നോക്കുന്നതും ഒക്കെ അങ്ങനെയാണല്ലോ. അതിലൊന്നും ഒരു തെറ്റോ കുറ്റങ്ങളോ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകരുത്. അവർക്ക് കർത്താവ് എഴുതിയതിനൊത്തവണ്ണമുള്ള മാർക്ക് ലഭിക്കുവാൻ ദൈവം സഹായിക്കണം. മീന സിസ്റ്ററിൻ്റെ കർത്താവെ, ആ സ്ഥലത്തിൻ്റെ ഹിയറിംഗ് ഇന്ന് നടക്കുന്നല്ലോ കർത്താവെ. തൻ്റെ സഹോദരങ്ങളോട് ദൈവം ഇടപെടണമേ. കർത്താവെ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായ സഹായിപ്പാൻ അങ്ങേയല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല. നിന്റെ ദാസയുടെ വിഷയത്തിന്മേ ദൈവാത്ഭുതം പ്രവർത്തിക്കണമേ. പ്രിയ കർത്താവെ, പീഡിതാമസങ്ങൾ പറഞ്ഞ വിഷയത്തിനായി സ്തോത്രം. ധാരാളമായ ദൈവം അനുഗ്രഹിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം ദൈവം നീക്കുപോക്ക് കൊടുത്തല്ലോ. കുഞ്ഞുങ്ങളുടെ എക്സാം ആണല്ലോ. അവർക്ക് നന്നായി പരീക്ഷ എഴുതുവാനുള്ള കൃപ ദൈവം കൊടുത്ത് മാനിക്കണം. മെരിമാത്തി ആൻ്റിയുടെ കുഞ്ഞുങ്ങളുടെ വിഷയം, അങ്ങയുടെ വിഷയം ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. വേഗത്തിൽ അതിന് കർത്താവ് പ്രതിക്രിയ ചെയ്യുമാറാകണമേ. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. റജിപ്പാസ് പറഞ്ഞ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രിയ സഹോദരൻ്റെ കർത്താവെ, ഓപ്പറേഷൻ തക്ക സമയത്ത് നടക്കേണ്ടതുണ്ട്. സാമ്പത്തിക വിഷയങ്ങളുണ്ട് കർത്താവെ. എല്ലാം ഭംഗിയായിട്ട് ദൈവം നടത്തി കൊടുക്കണമേ. കർത്താവെ, നിന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും ഉണ്ടല്ലോ കർത്താവെ. അതിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകി ദൈവരുടെ ആവശ്യങ്ങളെ നടത്തി കൊടുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, റേച്ച സിസ്റ്റർ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ആൽവിമോന് എക്സാമാണ്. പൈതലായിരിക്കുന്ന രാജ്യത്ത് കുഞ്ഞിനെ സൂക്ഷിക്കണമേ. അവനത് എഴുതിയെടുക്കുവാനുള്ള വിശേഷം ജ്ഞാനം ദൈവകൃപയെല്ലാം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറിയാമേ ആൻറ്റിക്ക് TMGയുടെ കർത്താവ് ടെസ്റ്റ് ഇന്ന് പോൽക്കാലം ഉണ്ടല്ലോ കർത്താവ്. എല്ലാം നോർമലായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, ആമേ സ്തോത്രത്തിൻ്റെ ദാസയുടെ വീടിൻ്റെ കാര്യങ്ങൾ വസ്തുവിൻ്റെ വിഷയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകണം. ശരീരത്തിന് വേണ്ട വിടുതൽ ദൈവം കൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മഞ്ജു ആൻറ്റിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് സൗഖ്യത്തോടെ ഹോസ്പിറ്റലിൽ വിടുവാൻ നിന്റെ ദാസയെ സഹായിക്കണമേ. രോഗത്തിൽ നിന്ന്, രോഗത്തിൻ്റെ കെടുതികളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ കൊടുക്കണം. ഗ്രേസ്
ഗ്രേസ് മോള് കർത്താവെ അവള് ഈ ദിവസങ്ങളിൽ മടങ്ങി പോകുന്നല്ലോ. ഇതിന്റെ യാത്രയെ കർത്താവിന്റെ കൃപ കൂടിയിരിക്കണം. ആകാശമാർഗം കരമാർഗം ഉള്ള യാത്രയിലെല്ലാം ദൈവമോളെ സൂക്ഷിക്കണമേ. ഇന്റർവ്യൂ ഉണ്ട്, അത് പാസ്സാകുവാൻ ഒക്കെ ഒരു നല്ല ജോലി ലഭിക്കുവാൻ എൻ്റെ കർത്താവിടെ നിടയാക്കണമേ. സിസ്റ്റർക്കായ സ്തോത്രം. തനിക്ക് മാജിയോഗ്രാം പറഞ്ഞിട്ടുണ്ട് കർത്താവെ, മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പൽക്കാലം മാജിയോഗ്രാം നടക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവർക്കെല്ലാം സൗഖ്യം കൊടുക്കണമേ. ടെസ്റ്റുകളുള്ളവരുടെ ടെസ്റ്റുകളൊക്കെ നോർമലാക്കി തീർക്കണമേ. എല്ലാ വിഷയത്തിന്മേലും ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തും. അമ്മണിയാനിക്ക് ദൈവം കൊടുത്ത സൗഖ്യത്തിനായി, ആ ചൊറിച്ചിലിന്റെ പ്രയാസത്തിൽ നിന്നെല്ലാം വിടുവിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തി. ബെൻസംബാസ്റ്റർ കർത്താവെ കടന്നു പോയിരിക്കുന്നിടത്ത് ഫ്യൂണറൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ ദാസനോട് കൂടെ ഇരിക്കണം. ആമേൻ. ആ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ക്ഷേമത്തോടെ ആമേ സ്തോത്ര സ്വന്തം ഭവനത്തിൽ എത്തിച്ചേരുവോളം കൃപയും മറയ്ക്കുമാൻ്റെയും കുഞ്ഞുങ്ങൾക്ക് സ്തുതിക്കുന്ന വിശേഷമായി ദൈവകൃപ കൊണ്ട് അവരെ നിറയ്ക്കണമേ. അധികമായി ഇവരെ അനുഗ്രഹിക്കണം. അടിയങ്ങളോട് കൂടെ തലവണക്കിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ അഭിഷിക്ത ദാസന്മാർ, സഹോദരങ്ങൾ, അമ്മ ഞങ്ങളുടെ സഹോദരിമാർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ആൻറ്റിമാരുണ്ട്, സഹോദരിമാരുണ്ട് കർത്താവെ. വിശേഷിച്ച രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ ഷെർലി സിസ്റ്റർ ഞങ്ങൾ ഓർക്കുന്നു. പൂർണ്ണമായ വിടുതൽ എൻ്റെ ദാസയ്ക്ക് കൊടുക്കണമേ കർത്താവെ. അത്ഭുത വിടുതൽ എൻ്റെ ശരീരത്തിൽ അയക്കണം. മണി രാജുവാൻ്റെയും വളരെ ശാരീരിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത് എനിക്ക് പൂർണ്ണമായ സൗഖ്യം വിടുതലും കൊടുത്താട്ട് കർത്താവ്. അങ്ങനെ എല്ലാ വിഷയത്തെയും ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം കർത്താവ് സഹായിച്ചു വടിയങ്ങളെയും കുടുംബമായി ഏൽപ്പിക്കുന്നു, തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം കർത്താവിന്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അവസരം ഒരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ ദാസനോടും ഒക്കെയുള്ള നന്ദിയെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരം ദൈവത്തിന് കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ പിതാശ്രീ ദൈവം സഹായിച്ചല്ലോ. വീണ്ടും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഇന്ന് ഈ കൂട്ടായ്മയിൽ നമുക്ക് തന്ന കൃപയെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ മഹത്വം കരയേറ്റുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിശേഷ ബെൻസംബാസ്റ്റർ കുടുംബവും ഇതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൃത്യദാസൻ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരിക്കുന്നല്ലോ. ആ ശുശ്രൂഷകളൊക്കെ വളരെ അനുഗ്രഹമായ നിലയിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാധ്വനി എന്ന പേരിൽ നടക്കുന്ന ഈ കൂട്ടായ്മ വളരെ നാളുകളായി ദൈവം നടത്തുന്നു. അനേർക്ക് ആശ്വാസവും വിടുതലായി തീരുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് എനിക്കും ഇതില് കുടുംബമായി ഭാഗത്താകുവാൻ നൽകിയ അവസരങ്ങളെ ഓർത്ത്, അതിന്റെ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. അല്പസമയ ചിന്തയ്ക്കായി ഒരു തിരുവചന ഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം അതിന്റെ 12-ാമത്തെ തിരുവചന ഭാഗം ഞാൻ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. നിങ്ങൾ ബദ്ധപ്പാടോടെ പോവുകയില്ല, ഓടിപ്പോവുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നിൽക്കും. ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപട ആയിരിക്കും. ഒരിക്കൽ കൂടി വായിക്കുന്നു. നിങ്ങൾ ബദ്ധപ്പാടോടെ പോവുകയില്ല, ഓടിപ്പോവുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നിൽക്കും. ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപട ആയിരിക്കും. പ്രൈസലോ. വലിയ പ്രവാചകന്മാരിൽ ആയിരിക്കുന്ന യെശയ്യാ പ്രവചനത്തിൽ കൂടി കർത്താവ് തന്റെ ജനത്തോട് സംസാരിക്കുന്ന ഒരു ഉണർവിന്റെ സന്ദേശമാണ് നാം ഈ വാക്യത്തിൽ കേട്ടത്. യെശയ്യാ പ്രവചനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, എൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിക്കുന്ന ഒരു ജനത്തെ കുറിച്ച് കണ്ട് അനുദപിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ശേഷം ഒരു അധ്യായങ്ങളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം കോപിക്കുന്നതും ദൈവത്തിന്റെ ന്യായവിധിയും ഒക്കെ കാണുവാൻ, ശിക്ഷാവിധിയും ഒക്കെ കാണുവാൻ ഇടയായിത്തീരുന്നു. എങ്കിലും ദൈവം തന്റെ മക്കളോട് കാണിക്കുന്ന കരുണ വലിയ കരുണയായിട്ട് നമുക്കതിൽ കാണുവാൻ കഴിയുന്നു. എന്നാൽ ഈ 52-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ ജനത്തെ ഉണർത്തുന്ന ഒരു സന്ദേശം, നല്ലൊരു ആഹ്വാനം അവിടെ കൊടുക്കുന്നു. അതിന്റെ 1-ാമത്, സിയോനെ ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക എന്ന് തന്റെ മക്കളെ ഉണർത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു ദിവ്യമായ ഒരു വാഗ്ദത്തമാണ്
നിങ്ങൾ ബദ്ധപ്പാടോടെ പോവുകയില്ല, ഓടിപ്പോവുകയുമില്ല. ഇവിടെ അതിനു മുമ്പ് പറയുന്നു, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുകയും. കർത്താവിന്റെ ആ നല്ല ഈ സന്ദേശത്തിൽ നിന്നും മനസ്സിലാക്കുന്ന യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുക. ഈ ഉപകരണങ്ങൾ എന്ന് പറയപ്പെടുമ്പോൾ അത് ധന്യമായ നിലവാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരിക്കലും വീഴ്ച വരുവാൻ പാടില്ല. അത് പ്രയോജനപ്പെടുത്തേണ്ട ദിവ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും ക്ഷീണിച്ച് ബുദ്ധിമുട്ടായി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മുൻപടിയായി നിൽക്കും എന്നുള്ള ഒരു വലിയ ആഹ്വാനം, ഒരു ഉറപ്പ് തന്റെ മക്കൾക്ക് കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബദ്ധപ്പാട് എന്ന് പറയുന്ന ഒരു ജീവിത അനുഭവമാണ്. അത് സന്തോഷകരമായി ലഭ്യമാകുന്ന ഒരു അനുഭവമല്ല. ശരീരവും മനസ്സും അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഈ ബദ്ധപ്പാടിൽ കൂടി ലഭ്യമാകുന്നത്. സദൃശവാക്യം 21 അധ്യായം അതിന്റെ 5-ാമത്തെ തിരുവചനത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുകങ്ങളാകുന്നു, ബദ്ധപ്പാടുകളൊക്കെയും ബുദ്ധിമുട്ടിലേക്ക് എത്രേ ബന്ധപ്പെടുന്നത്. ഇന്നത്തെ ജീവിത സാഹചര്യം വളരെ ബദ്ധപ്പാടുകൾ നിറഞ്ഞതാണ്, കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് ബോധ്യമാവുന്ന കാര്യങ്ങളാണ്. ബന്ധപ്പെട്ട് ആയിരിക്കുന്ന മനുഷ്യ ജീവിതം അതിൽ സഹനത്തോട് നിൽക്കുവാൻ കഴിയാതെ വളരെ ക്ഷീണിച്ച് ഉത്സാഹം കെട്ടുപോയി വളരെ ശോചനീയമായ അവസ്ഥയിൽ എങ്ങനെ ഇത് നിലനിർത്തിക്കൊണ്ടു പോകും, എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഭാരപ്പെടുന്ന അവസ്ഥകളെ നമുക്ക് ധാരാളമായി കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ബദ്ധപ്പാടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവ് പറയുന്നു, ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ ഞാൻ ബലപ്പെടുത്തുന്ന ദൈവമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങൾ പഠനത്തിൽ ബന്ധപ്പെട്ട് പഠിക്കുന്നു, ജോലി കാര്യങ്ങൾ, ഉപജീവന മാർഗത്തിന്റെ വഴികളിൽ അങ്ങനെ ഒരു സമൂഹം ബന്ധപ്പെടുന്നു. മണ്ഡലങ്ങളിൽ ആത്മഭാരത്തോടെ ബന്ധപ്പെടുന്ന ഒരു സമൂഹം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊന്നും അനുകൂലമായ സന്ദർഭങ്ങളല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനേറെ ഒരു ദേശത്ത് ഒരു വീട്ടിന്റെ പുറം മതിലിൽ എഴുതി വെച്ച ഒരു വാക്യത്തിൽ വിഗ്രഹാരാധന പാടില്ല എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന അത് കണ്ട് അത് വായിച്ചവർ പ്രകോപനമുണ്ടായി, അതിനെ മായ്ച്ചു കളഞ്ഞിട്ട് അവർക്ക് സന്തോഷം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടായി. നികത്തുന്ന പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ടവൻ വളരെ ബന്ധപ്പാടുകൂടി ആ വാക്യം ആ സ്ഥലത്ത് മായ്ക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണുവാനിടയായി. അപ്പോൾ വളരെ ബന്ധപ്പെടുത്തുന്ന അവസ്ഥകൾ ഇന്ന് സമൂഹം അഗ്നിമണ്ഡലത്തിൽ നമ്മെ വളരെ നിർബന്ധിച്ചും വളരെ പ്രകോപിച്ചുമായിരിക്കുന്ന അവസ്ഥകളിൽ ദൈവത്തിന്റെ ഈ വാക്യം, ദൈവം തരുന്ന ഈ തിരുവചനത്തിൽ വളരെ ചിന്തനീയമായ കാര്യങ്ങൾ നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 19-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ 19-6 അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ ബന്ധപ്പെട്ടിറങ്ങി. സക്കായി എന്ന് പറയുന്ന വ്യക്തി ബന്ധപ്പെട്ട് ആ കാട്ടത്തി മലത്തിൽ നിന്നും ഇറങ്ങി യേശുവിനെ കൈക്കൊണ്ടു എന്ന് പറയപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ സക്കായിയെ കുറിച്ച് നമുക്കറിയാം. അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ സക്കായി എന്നുള്ള പേര് നമുക്ക് അവിടെ ഗ്രഹിക്കാൻ കഴിയുന്നു. അവിടെ ശാരീരിക അവസ്ഥ അവിടെ കാണുവാൻ, വളർച്ചയിൽ ശരീരം കുറുകിയ മനുഷ്യരെന്ന് അവിടെ അറിയപ്പെടുന്നു. അപ്പോൾ തന്നെ അവനൊരു ഉദ്യോഗമുണ്ട്, ധനകാര്യ വകുപ്പിൽ വലിയൊരു ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തിത്വമാണ് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ആ വ്യക്തിത്വത്തിൽ ഇല്ലാത്തൊരു കാര്യമുണ്ട്, അവൻ യേശുവിനെ അറിയാത്ത ഒരു മനുഷ്യനായിരുന്നു. അപ്പോ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതിന്റെ നടുവിൽ ദൈവത്തെ അറിയാത്ത ഒരു ജീവിതമായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ യേശു എങ്ങനെ ഉള്ളവൻ എന്ന് അറിയുവാൻ വേണ്ടി പുറപ്പെടുന്ന ആ വ്യക്തി വളരെ പുരുഷ സമൂഹം അവിടെ യേശുവിനെ കാണുവാൻ തക്കവണ്ണം വഴിയരികിൽ എരിവുവിൽ നിൽക്കുമ്പോൾ തന്നെ
ഈ മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ തന്റെ ശരീരത്തിന്റെ പൊക്കക്കുറവ്, വളർച്ചക്കുറവ് കൊണ്ട് ജനസമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തനിക്ക് യേശുവിനെ കാണുവാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. സ്തോത്രം. എന്നാൽ ഈ പുരുഷാര നിമിത്തവും തന്റെ ശരീരത്തിന്റെ അവസ്ഥയും മുഖാന്തരം തനിക്ക് വരുന്ന തടസ്സത്തെ അതിജീവിച്ചുകൊണ്ട് താൻ മുന്നോട്ട് ഓടി ഒരു കാട്ടത്തി വൃക്ഷത്തിന്റെ ഉയരങ്ങളിലേക്ക് കയറുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് യേശു എന്നുള്ള നാമം, യേശു ആരാണെന്ന് അറിയാനുള്ള ആ ഒരു വാഞ്ച ഈ മനുഷ്യനെ സമൂഹത്തിന്റെ മുമ്പിൽ കൂടി അവൻ അറിയാത്ത ചെയ്യാത്ത ചില മണ്ഡലങ്ങളിലേക്ക് അവൻ ആ വൃക്ഷത്തിന്റെ ഉയരങ്ങളിലേക്ക് അവൻ കയറുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ കയറ്റം ബദ്ധപ്പാടുകൾ നിറഞ്ഞ ഒരു കയറ്റമായിരുന്നു. തനിക്കത് പരിചയമില്ലാത്ത അപരിചിതമായ ഒരു ചിന്തയിൽ താൻ അത് പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഓരോ ശിഖരങ്ങൾ താൻ താണ്ടി മുന്നോട്ട് പോകും തോറും അവന്റെ ഉള്ളിലുള്ള യേശു എന്നുള്ള നാമം അവനെ ഉയരങ്ങളിലേക്ക് താണ്ടി കയറുവാൻ ഇടയായിത്തീർന്നു. കർത്താവ് അവിടെ വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് സക്കായിയാണ്. സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് വിളിക്കുമ്പോൾ, പേര് ചൊല്ലി അവനെ വിളിക്കുമ്പോൾ, കർത്താവിന്റെ പ്രിയപ്പെട്ടവരെ, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. എന്തുമാത്രം ബന്ധപ്പെട്ടായിരിക്കും ആ മനുഷ്യൻ ഉയരങ്ങളിലേക്ക് കയറിയത്. പക്ഷെ എന്നാൽ അവൻ വേഗത്തിൽ ഇറങ്ങി വന്ന് കർത്താവിനെ കൈക്കൊള്ളുന്നതായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നു. യേശുവിനെ ഒരു പ്രോമിസ് കൊടുക്കുന്നു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. എത്ര വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ആ പ്രിയപ്പെട്ടവന് ലഭ്യമായത്. സ്തോത്രം. താൻ എന്ന വ്യക്തിത്വത്തെ കൈക്കൊള്ളുന്ന യേശുവിനെ അവിടെ കാണുവാൻ കഴിയുന്നു. യേശു അവന് പ്രോമിസ് കൊടുക്കുന്നു, സ്തോത്രം, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ വരികയാണ്. നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട്, യേശു കടന്നു ചെന്ന ഭവനം, അവിടെ ആ വിവാഹത്തിൽ ആ വീഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ, വീഞ്ഞ് കുറഞ്ഞു പോകുമ്പോൾ, വീഞ്ഞില്ലാതെ വരുമ്പോൾ അവിടെ ദൈവം ഇടർച്ചകളെ മാറ്റുന്ന ദൈവമായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നു. ഇടർച്ചകളെ മാറ്റി ബലതരമായ നല്ല വീഞ്ഞ് കൊടുത്ത് കർത്താവ് തന്റെ നാമമഹത്വം അടയാളം കൊണ്ട് ആരംഭമായി അവിടെ ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നു. രണ്ടാമത്, പത്രോസിന്റെ വീട്ടിൽ യേശു കടന്നു ചെല്ലുന്നു. പത്രോസിന്റെ അമ്മായിയമ്മ പനിയാൽ ബാധിതരായി മരണാവസ്ഥയിലെത്തുമ്പോൾ കർത്താവ് ചെന്ന് തൊട്ട് അവളെ സൗഖ്യമാക്കിയതായിട്ട് തിരുവചനം പറയുന്നു. ലാസറിന്റെ ഭവനത്തിൽ നമുക്കറിയാം, തന്റെ പ്രാണസ്നേഹിതനായിരിക്കുന്ന ലാസറിന്റെ ഭവനത്തിലും യേശുവിന്റെ സാന്നിധ്യം ആ മരിച്ചുപോയ ലാസറെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശു ഒരു ഭവനത്തിൽ കടന്നു വരിക, യേശുവിന്റെ സാന്നിധ്യം ഒരു ഭവനത്തിൽ ഉണ്ടാകുക എന്നത് ഉല്ലാസത്തിന്റെയും ദൈവത്തിന്റെയും ഹോക്ഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് എന്ന തിരുവചന പ്രകാരം തന്നെ നമ്മുടെ ഭവനങ്ങളിൽ, ഭവനാന്തരീക്ഷത്തിൽ, നമ്മുടെ ഭവന പ്രാർത്ഥനകളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിൽ ഉണ്ട് എങ്കിൽ നിശ്ചയമായും സ്വന്തം നമ്മുടെ ബന്ധപ്പാടുകളെ മാറ്റുന്നവനായ ഒരു സ്വർഗ്ഗ കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു പക്ഷെ തലപ്പെട്ട വിഷയമായിരിക്കാം, ഒരു പക്ഷേ ശാരീരിക ക്ഷീണങ്ങൾ, ക്ലേശങ്ങൾ, രോഗത്തിന്റെ അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ചില മധ്യസ്ഥ വിഷയങ്ങളായിരിക്കാം. ഏത് വിഷയത്തിന്റെ നടുവിലും ബന്ധപ്പാടോടെ ആയിരിക്കുന്ന തന്റെ മക്കളെ കൈക്കൊണ്ടുകൊണ്ട് അവർക്ക് സമാധാനം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് അരുളിച്ചത് കർത്താവിനാലുള്ള സമാധാനം തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ലൂക്കോസിലെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 12-ാമത്തെ തിരുവചന ഭാഗത്തിൽ യേശു ശബ്ബത്ത് നാളിൽ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യേശു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ കുനിയായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു എന്ന് തിരുവചനം പറയുന്നു. കർത്താവ് ആ വ്യക്തിയെ പള്ളിക്കകത്ത് കാണുന്നു. സ്തോത്രം. കർത്താവ് പള്ളിക്കകത്ത് കാണുമ്പോൾ പരിശുദ്ധാത്മാവോട് എഴുതിയിരിക്കുന്നു, രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെയായിരിക്കുന്ന ഒരു വ്യക്തിത്വം. എന്ന് വെച്ചാൽ മറ്റു മനുഷ്യരെ പോലെ നിവർന്ന് നടക്കുവാൻ കഴിയാതെ ജീവിതം ബദ്ധപ്പാടിൽ കൊണ്ടു നടക്കുന്ന, 18 വർഷമായി കൊണ്ടു നടക്കുന്ന ഒരു ജീവിതത്തെ അരുമനാഥൻ കാണുവാനിടയായിത്തീർന്നു. തിരുവചനം പറയുന്നു, അവളെ അടുക്കൽ വിളിച്ച്
അവളെ തൊട്ട് അവൾ സൗഖ്യമായി എന്ന് തിരുവചനം പറയുന്നു. ഇതിനകത്തൊരു ദൂത് അടങ്ങിയിട്ടുണ്ട്. തന്റെ ശാരീരിക അവസ്ഥ ഇത്രയും പ്രയാസത്തിലാണെങ്കിലും, ബുദ്ധിമുട്ടോടുകൂടി തന്റെ ജീവിതം നയിക്കുന്ന സാഹചര്യമാണെങ്കിലും, കർത്താവിന്റെ നാമമഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവിന്റെ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന, കർത്താവിനെ തേടി ചെല്ലുന്ന ഒരു ജീവിതത്തെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവിൻ, അവൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാനിടയായി തീരും. ഹല്ലേലൂയ. നോക്കണമേ, ഇത്ര ശാരീരിക ക്ലേശം ഉണ്ടെങ്കിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ജീവിതത്തിന് വിടുതൽ കൊടുക്കുവാൻ അനുമനാഥൻ അടുകെ വിളിച്ച് സൗഖ്യമാക്കിയെങ്കിൽ നമ്മുടെ പല വിഷയത്തിന്മേലും തൊടുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ ബന്ധപ്പാടുകൾ മാറ്റുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ജീവനുള്ള ദൈവമായി നമ്മുടെ അരികിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന സകല പ്രാർത്ഥനകൾക്കും മറുപടി തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവം എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങ് ദൂരെ ആയിരിക്കുന്ന ചില തലമുറകളിൽ പേര്, ചാരത്തായിരിക്കുന്ന നമ്മുടെ വിഷയങ്ങളുടെ നടുവില്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തിൽ, നമ്മുടെ ചുറ്റുപാടുമായിരിക്കുന്ന പല വിഷയങ്ങളുടെ നടുവിലും, ചില ബദ്ധപ്പാടോടുകൂടി ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ സ്വർഗീയ ദൈവം വലിയ ചെയ്യുവാൻ വിശ്വസ്തനാ ദൈവമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ബെഞ്ചമിൻ മാസ്റ്റർ കുടുംബം ആയിരിക്കുന്ന ആ ദേശം, ഹല്ലേലൂയ, വളരെ സംഘർഷിതമായ ഒരു ദേശമാണ് പറയപ്പെടുന്ന ദേശമെന്ന്. അവിടെ കർത്താവിന്റെ ദാസന് വളരെ ബന്ധപ്പാടുകളുടെ നടുവിലും തന്റെ മിനിസ്റ്റർ ചെയ്യുവാൻ വളരെ ബന്ധപ്പാടോട് ഓടി നടക്കുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ്, തന്റെ ദാസനെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ ഒരു നല്ല ദൈവം ഉള്ളതുപോലെ തന്നെ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന ഒരു സ്വർഗ്ഗ കർത്താവ് ജീവനുള്ള ദൈവമായി നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരുടെ സാമ്പത്തികം ലക്ഷ്യമിട്ടുകൊണ്ട് തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ തക്ക ആഗ്രഹിച്ച സക്കായിയുടെ അവന്റെ ചിന്തകളെ മാറിക്കൊണ്ട് അവന്റെ പാപം അവൻ അറിയാത്തവനായി ജീവിക്കുമ്പോൾ അവന്റെ പാപബോധം ഉണ്ടായിട്ട് സ്വത്രം അവൻ മറ്റുള്ളവരെ അപകരിച്ചു കൊണ്ടിരിക്കുന്നവൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു മനസ്സിന് ഉടമയായി തീരുന്ന സക്കായിയുടെ ജീവിതം നാം ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കണ്ടത്തി വൃക്ഷത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വത്രം പാലസ്തീൻ നാടിലെ ഏറ്റവും ബലമുള്ള ഒരു വൃക്ഷമാണ് കണ്ടത്. ഔഷധ ഗുണമുള്ളതാണ്, ഈടിട്ട് നിൽക്കുന്ന ഒരു വൃക്ഷമാണ്. സ്വത്രം ഹല്ലേലൂയ. ആ നുക്കടമേ അവൻ യേശുവിനെ കാണാൻ തിരഞ്ഞെടുത്ത ആ ഒരു മാധ്യമം എന്ന് പറഞ്ഞാൽ സ്വത്രം ബുദ്ധിയോടുകൂടി അവൻ ചെയ്യുന്നു. കാരണം മറ്റു വൃക്ഷങ്ങളിൽ കയറിയാൽ ഒരുപക്ഷെ ഇത് ഒടിഞ്ഞു പോകാനും ഒരുപക്ഷെ തന്റെ ദൗത്യത്തിന് പരാജയം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും. പക്ഷേ അവൻ ബുദ്ധിയോടുകൂടി തിരഞ്ഞെടുത്തു. തിരുവചനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവ സ്വർഗ്ഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വത്രം ഈ ജീവിത സാഹചര്യം അനുകൂലമല്ല, പ്രതികൂലമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സ്വത്രം നമ്മുടെ ബന്ധപ്പാടുകൾക്ക് പരിഹാരകനായ ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ ഓർമ്മിക്കുകയാണ്. അവിടെ പറയുന്നു, നിങ്ങൾ ബന്ധപ്പാടോടെ പോവുകയില്ല, ഓടിപ്പോവുകയുമില്ല. നിങ്ങൾ ഏൽപ്പിച്ചപ്പെട്ട ദൗത്യം, നിങ്ങളായിരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ വാസസ്ഥലം, നിങ്ങളുടെ ജോലി സ്ഥലം എവിടെയാകട്ടെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലാകട്ടെ, അത് ഇട്ടേച്ച് ഓടിപ്പോകാനല്ല ദൈവം ആക്കിയിരുന്ന സ്ഥലത്ത്, ആക്കുന്ന സ്ഥലത്ത് അവിടെ ആയിരുന്നു കൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ജയം പ്രാപിച്ച് മുന്നേറുവാനുള്ള ദൈവകൃപ തരുവാൻ തക്കവണ്ണം കർത്താവ് പറയുന്നത്, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കുമെന്ന്. മുമ്പായി നടക്കുകയും പിൻപടയായിരിക്കുന്നവനായ ദൈവം ഫറവോന്റെ അടിമത്തിൽ നിന്ന് പുറപ്പെട്ട് സമൃദ്ധിയുടെ ജീവന്റെ ക്ഷണമായിരിക്കുന്ന കനാനിലേക്ക് ജനം പുറപ്പെടുമ്പോൾ പിന്നിൽ നിന്ന് വരുന്ന ആരവം വിളിച്ച് കൊല്ലുവാൻ പുറപ്പെട്ടു വരുന്ന ആ സ്വത്ര ഫറവോന്റെ സൈന്യത്തിന്റെ ആരവവും കൊലവിളിയും മുമ്പിൽ അടഞ്ഞു നിൽക്കുന്ന ചെങ്കടലിന്റെ നടുവിൽ മുൻപടയായി നിന്ന ദൈവം പിൻപടയായി നിന്നുകൊണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഫറവോനും സൈനികളും എന്നേക്കുമായി നശിച്ചുപോയി. തന്റെ മക്കൾ ജീവിത പ്രയാണം സന്തോഷത്തോടെ വിജയകരമായി തുറന്നു കൊടുത്ത ചെങ്കടലിൽ അസാധ്യതകളെ സാധ്യതകളാക്കി തീർത്ത ദൈവത്തിന്റെ ആ സ്വത്രമല്ലിലെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടത് കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആ ജനത്തെ പോലെ നമുക്ക് മുന്നോട്ട് പോകുവാൻ മുൻപടയായും പിൻപടയായും സ്വർഗീയ കർത്താവ് ഉണ്ട് എന്നുള്ള ബോധ്യം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തരുന്നു. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും. ഈ വചനങ്ങളാൽ
ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന ദൈവശനിയിൽ പ്രാർത്ഥിക്കുന്നു. അവസരങ്ങൾ ഒരുക്കി തന്ന കർത്തദാസനും കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനാ സഹീരകളായി ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ ബന്ധപ്പാടുകൾ മാറ്റുന്ന ദൈവമുണ്ട്. ബന്ധപ്പാടും കഷ്ടപ്പാടുമില്ലാത്ത ലോകത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ഈ ലോകത്ത് ഞാനും നിങ്ങളുമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ബന്ധപ്പാടുകളെ പ്രയാസങ്ങളെ അറിയുന്നവൻ, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവനറിയുന്നു എന്ന് തിരുവചനം പറയുന്നു. കർത്താവ് നമ്മെ അറിയുന്നു, നമ്മെ ആരാഞ്ഞറിയുന്ന ദൈവത്തെ നാമം ആരാഞ്ഞറിഞ്ഞുകൊണ്ട് അവരോട് ചേർന്ന് പറ്റിച്ചേർന്ന് മുന്നേറ്റുവാനുള്ള ദൈവകൃപ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാം, ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനാദൈവമേ ശക്തിപിതാവേ തിരുനാമത്തിന് ആശോത്രം ചെയ്യുന്നു. അതുപെട്ട നല്ല പ്രഭാതത്തിനായി നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. 2026 വർഷത്തിന്റെ 2ാമത്തെ മാസം ദൈവമേ ഞങ്ങളെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ തന്നതായ നല്ല കൂട്ടായ്മയ്ക്കായി ഐശ്വര്യാലയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അടിലാരംഭം മുതൽ അവസാനം വരെ ഹോദിഷ്ടമേലിരിക്കുന്നു. സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു എന്ന തിരുവചന പ്രകാരം ഓരോ നിമിഷവും ഓരോ മിനിറ്റും കർത്താവേ സ്തോത്രമല്ലേ, ഓരോ മണിക്കൂറും ഓരോ ദിവസങ്ങളും ഓരോ ആഴ്ചകളും ഓരോ മാസങ്ങളും ഈ ജനത്തെ ഐശ്വര്യം അനുഗ്രഹിക്കണമേ എന്ന് നീയോട് അപേക്ഷിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അതിലൂടെ എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സംസ്ഥാനത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ലോകരാജ്യങ്ങളിലും വ്യാപിച്ചുകൊണ്ട് അനേക ജീവിതങ്ങൾക്ക് വിടുതൽ ആശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിക്കരുത്. കൊടുക്കുന്ന വിശുദ്ധാസിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാസംഘരായിരുന്ന കൂടി എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ തുല്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവ് പരിശുദ്ധാത്മാവാന്തരിക ദൈവത്തിന്റെ ധാരാളം കൃപകൾ ആശീർവാദങ്ങൾ അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ച സകല വിശുദ്ധന്മാരും നാം ഓരോരുത്തരോടും പ്രാർത്ഥനാത്തിന്റെ പ്രവർത്തനത്തോടും കുടുംബത്തിനോടുള്ള ആ ശുശ്രൂഷമണ്ഡലത്തിനോടും കൂടി കർത്താവിന്റെ 2ാമത്തെ വരവിലുണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും